ഹായ്, നമസ്കാരമുണ്ട്. എന്നിട്ട് സുഖന്നല്ലേ? ഞങ്ങളെ വാഴത്തോട്ടത്തിൽ വന്നത്. നമ്മളെ വാഴയൊക്കെ കൊലച്ചു കിട്ടാ. കൊല വന്നു, എല്ലാം കൊലച്ച് തുടങ്ങി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം കാണിക്കാം. അപ്പോൾ ഒരു ടിപ്പും കൂടി ഉണ്ട് കേട്ടോ. ഇന്ന് വയറ്റിളക്കത്തിനുള്ള ഒരു ഒറ്റമൂല്യം വയറ്റിളക്കും ഛർദിയും കൂടി ഉള്ള അസുഖത്തിന്റെ അതും കൂടെ, അതായത് വേറെ എന്താ നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുന്നേ ഫുഡ് സംബന്ധമായിട്ട് വയറ്റില് വിഷമം ഉണ്ടാവുന്നേ, വിഷാംശം അങ്ങനെയുള്ളത് അതിനുള്ള ടിപ്പാണ്. അതും കൂടെ പറഞ്ഞുതരാം കേട്ടോ. കാണിക്കാം എന്താണെന്ന്. ചെറുതാന്ന് വലിയ ഞാൻ പ്രതീക്ഷിച്ചത്രയും വന്നില്ല. കാരണം അപ്പോൾ വാഴ പറയും, എടാ നീ നല്ല വള്ളം ഇട്ട് തരണം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് കൊള്ളാൻ തോന്നുന്നു അല്ലേ. എന്നാൽ ഞാൻ വന്നേനെന്ന്. പക്ഷേ ഇത് നമ്മൾ ജൈവം മാത്രമല്ലേ ഇടുന്നല്ലോ. അപ്പോൾ ജൈവ കൃഷി പറയുമ്പോൾ അതിനനുസരിച്ചിട്ടില്ല എല്ലാം കുലച്ച് തുടങ്ങി. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കഥയും പറയണ്ടേ. അപ്പോൾ എന്തെങ്കിലും കാണിച്ചാലേ നമുക്ക് കഥ പറയാൻ തുടങ്ങും, ഒരു ഇൻട്രസ്റ്റ് വരും. ഞങ്ങൾ ആദ്യമായി ഇവള് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇവളെ ഞങ്ങൾക്ക് വേറെ തൊഴിലിലേക്ക് പോകുന്നത്, പുല്ല് പറിക്കാൻ പോകുന്നത്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇവളെ കാണുന്നത്. അന്നേരം ഇവള് എടാ മധു എന്ന് വിളിക്കുന്നത് ഇവളെ വീടിൻ്റെ അടുത്ത്. അത് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ കാണുന്നത്. അപ്പോൾ ഞാൻ ഇവളെ വിചാരിച്ചു കൊള്ളാല ഇത് എന്ന് പറഞ്ഞ്. ഇവള് വീടി പണിയായിരുന്നു അന്നേരം. നമ്മളിങ്ങോട്ട് കാസർഗോഡ് വീടിപ്പണിയല്ലേ. അപ്പോൾ വീടിപ്പണിയായിരുന്നു. വീടിപ്പണി എടുക്കുന്ന നേരത്ത് ഇവള് വീടിയും കൊണ്ട് കാഞ്ഞങ്ങാടേക്ക് പോകുന്ന സമയത്ത് ഞാൻ അന്നേരം അവിടെ ഒരു തിയേറ്ററിൻ്റെ പണി എടുക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പണിക്ക് പോകുന്ന സമയത്ത് ഇവളെ അവിടെ കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ചായ കുടിച്ചാലോ, എന്താ അഭിപ്രായം? അപ്പോൾ ഇവള് നാളെ കൊണ്ട് അറിയുന്നുണ്ട് ചായ കുടിച്ചാലോ അറിയുമ്പോൾ ഇവള് ചായ കുടിക്കുന്നതിനൊന്നില്ലേ, കുടിക്കാൻ പോവാം. ഇവള് വിചാരിച്ചാൽ ഇവള് സഹോദര സ്നേഹവും എൻ്റെ ഉള്ളിൽ ലഡു പൊട്ടിയിട്ടിരിക്കുന്നത് ഇവള് അറിയുന്നില്ലല്ലോ. അങ്ങനെ ചായ കുടിക്കാൻ പോയി. അപ്പം ഞാൻ ചോദിച്ചു എന്താ നിനക്ക് കഴിക്കാൻ വേണ്ടേ? ഞങ്ങൾ അവിടെ ഒരു ഫാമിലി റൂമിലിരുന്നു. എന്താ കഴിക്കാൻ വേണ്ടത് ചോദിച്ചു. അപ്പോൾ ഇവള് പറഞ്ഞു എനിക്ക് എന്തായാലും ആയി. ഞാൻ അപ്പോൾ സപ്ലയർ വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ വേണ്ടേ, അവൻ എന്താ ഉള്ളത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവള് പറഞ്ഞു എനിക്ക് ഇടിയപ്പം നല്ല ഇഷ്ടമാണ്, ഇടിയപ്പം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിക്കാം, ഇടിയപ്പം കഴിക്കാം. ഞാനും ഇടിയപ്പം മേടിച്ചു. ഞാൻ അങ്ങനെ മുട്ട റോസ്റ്റ്, അന്നേരം മുട്ടക്കറിയും പൊറോട്ടയും എന്നൊക്കെ പറയുമ്പോൾ വലിയ ഇതാണ്. അങ്ങനെ മുട്ട റോസ്റ്റും അപ്പോൾ ഇടിയപ്പം കഴിച്ച് ഞാൻ വേഗം എണീറ്റ്. ഇവള് കഴിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. പഴയ കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവള് കൈ കഴുകാൻ വേണ്ടിയിട്ട് എണീച്ചു. അപ്പം ഞാൻ ഇവളെ എണീച്ച ഉടനെ ഞാൻ എടുത്ത് ഒന്ന് കൊടുത്ത് അന്നത്തെ കാലത്ത് ഐ ലവ് യു എന്ന് പറയാനൊന്നും അറിയില്ലല്ലോ. പറഞ്ഞ അടിയാണ് കിട്ടുന്നത്, പറയാൻ പറ്റില്ല. അപ്പം അന്ന് അങ്ങനെ പറയാൻ പറ്റാതെ കൊണ്ട് ഞാൻ മനഃപൂർവ്വം ഇവളെ കൊണ്ടുപോയതാണ് ആ ഹോട്ടലിലേക്ക്. അങ്ങനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തപ്പോൾ ഇവക്ക് ആകെ ചമ്മല് വന്നു, നാളെ വന്നു, എല്ലാം വന്ന് എന്തൊക്കെയായി. ലാസ്റ്റ് ഇവള് നാണത്തോടെ പുറത്തിറങ്ങി. ഞാൻ വിചാരിച്ച ഒരു പ്രതികരണം ആയിരിക്കും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു അടിയുണ്ട്. പക്ഷെ ഇവളതൊന്നും ചെയ്തില്ല, കാരണം കളിക്കൂട്ടാനല്ലേ. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്തില്ല. ഇന്നാന്നങ്ങ് പെൺപാണി പോകും അല്ലേ, എന്താ ഇതൊക്കെ ആണെങ്കിലും പല കേസുകളും പോകും തന്നെ, അത് അബദ്ധത്തിൽ വരികയും. അപ്പോൾ അത് കുഴപ്പമില്ല, അതങ്ങനെ പോട്ടെ. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് അല്ലേ. അല്ലേ അപ്പോൾ അങ്ങനെയാണ് കഥകൾ. അപ്പോൾ ഒരു പാട്ടും കൂടെ പാടാം അല്ലേ. ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് ഇന്നത്തെ കഥകൾ അവസാനിപ്പിക്കാം. അടുത്ത തിങ്കളാഴ്ച ബാക്കിയുള്ള കഥകൾ കുറെ, പിന്നെയും കുറെ ജീവിത ചരിത്രങ്ങൾ കുറെ പോലെ ഉണ്ട്. ചരിത്ര സംഭവമായിരുന്നു. എന്തൊക്കെ സംഭവിച്ചു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വർഷങ്ങളോളമായി ഒന്നിച്ച് ജീവിക്കുന്നു. ഇനിയും എത്ര വർഷം പോകണം എന്ന് ദൈവം തീരുമാനിക്കട്ടെ. അപ്പോൾ എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു, ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നനച്ചു. കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളൊരുകുമൊരു താരാട്ട്, എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. ഇനി എന്നു കാണും നമ്മേ ഇടനെഞ്ചു. അയ്യോ അത് മാറി. അപ്പൊ ഞാൻ ആ ഒരു പാട്ട് പാടാം.
കളി വീടുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ ഒരു നോക്കു കാണുവാനൻ ആത്മാവു തേങ്ങുന്നല്ലോ തഴുകുന്ന തിരമാലകളെ ചിരിക്കുന്ന പൂക്കളെ തഴുകുന്ന തിരമാലകളെ ചിരിക്കുന്ന പൂക്കളെ അറിയില്ല നിങ്ങൾക്കെന്റെ അടങ്ങാത്ത ജന്മദുഃഖം ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. അപ്പൊ ഓക്കെ ടാറ്റാ ബൈ ബൈ. അപ്പൊ ഒറ്റമൂലി ഇതാണ്. ഒറ്റമൂല എന്താ പറയാ ടിപ്പ്. ഒറ്റമൂലിയാണ്. അപ്പൊ ഒറ്റമൂലി പോലെ തന്നെ അത് പെട്ടെന്ന് നിൽക്കും. എന്താ കാട്ട് എന്താ പറയാ, ആദ്യം കുറച്ച് ഒരു നുള്ളു ഉപ്പ് എടുക്കുക, ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക, തൊലി കഴിഞ്ഞ് കഴുകി ഒരു കഷ്ണം ഇഞ്ചി, ഒരു നുള്ളു ഉപ്പ്, നമ്മളെ നാടൻ മഞ്ഞൾ, അതിന്റെ കൂടെ നമ്മളെ പേരേര തിരി, പേരേക്കേന്റെ തിരിയില്ലേ, തിരിയാണ് കേട്ടോ അതിന്റെ തിരി, ഇതെല്ലാം കൂടി ഇടിച്ച് ചതക്കുക, നന്നായിട്ട് ചതക്കുക. പിന്നെ ചതച്ച് ഉരുട്ടി വായിലേക്ക് ഇട്ട് കൊടുക്കുക, ഇറക്കുക. അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കി അത് അങ്ങനെ കുടിച്ചാൽ മതി. ഏത് ഛർദിയും ഏത് പുറത്തു പോക്കും ലൂസ് മോഷൻ ഏതും സാമ്പാർ പെട്ടെന്ന് നമുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കോ. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ബുദ്ധിമുട്ട് വരുമ്പോ അങ്ങനെ മരുന്നാണ്. ഈ അസുഖം വരില്ല. അത് ഛർദിലും പിന്നെ 100% ഗ്യാരണ്ടിയാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് പറയുന്നില്ല. ഹോസ്പിറ്റലിൽ എന്തായാലും നല്ലൊരു ഒറ്റമൂലിയാണ്. പറഞ്ഞാല് വേറെ വേദനയാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഈ ഫുഡ് സംബന്ധമായ ഫുഡല്ല, വയറ്റിൽ നമ്മൾക്ക് തന്നെ നമ്മളെ കൈയിന്റെ വേഷം തന്നെ നമ്മളെ ഉള്ളിലകത്ത് ചെന്നാൽ ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാവും. അപ്പൊ ആ ഒരു ഇതിന് വളരെ വളരെ അല്ലേലും പേരാന്ന് പറയുന്നത് പേരക്കായ തിരി എന്ന് പറയുന്നത് വളരെ നല്ല ഔഷധ കൂട്ടുള്ള മരുന്നാണ്. ഓക്കെ.